ഹലോ, എല്ലാവർക്കും വിജിൽ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് അത്രയും പരിചിതമല്ലാത്തൊരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ബാഗ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന വസ്തു ഇതായിരുന്നു. എന്തൊരു ഭംഗിയല്ലേ! ഈ ഒരു സാധനം പുറത്തേക്ക് എടുത്തു വെച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനക്കേടായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു സാധനം കൂട്ടുകാരെ കാണിച്ചില്ലെങ്കിൽ അതും ഭയങ്കര വിഷമമായിരുന്നു. അതാണ് ഈ മഷിത്തണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് പലർക്കും ഇത് അറിയ പോലുമില്ല. പിന്നെ നമ്മുടെ മഷിത്തണ്ടിൻ്റെ കുറച്ച് പീസായിട്ട് കിടക്കുന്നതെല്ലാം, പിന്നെ ചോക്ക് പീസ് ഇതെല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ ആ സ്ലേറ്റിൽ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയാണ് രസം. നമ്മൾ നല്ല ഭംഗിക്ക് തന്നെ സ്ലേറ്റിൽ എഴുതി നമുക്ക് എത്ര വേണമെങ്കിൽ എഴുതാമായിരുന്നു. നോട്ട്ബുക്കുകളൊന്നും അന്ന് അത്രയും സുലഭമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. സ്ലേറ്റ് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ കലാപരിപാടി. ആ മഷിത്തണ്ടങ്ങ് എടുത്ത് ചതച്ച് ഒരു തൂക്കലാണ്. ഫുൾ മാഞ്ഞു പോകും. ഈ മഷിത്തണ്ടിന് വേണ്ടിയിട്ട് അടി വരെ കൂടിയിട്ടുണ്ട് ക്ലാസ്സിൽ. ചിലവർക്ക് മാത്രം മറ്റേ വലിയ കള്ളിച്ചെടിയുടെ കഷ്ണങ്ങൾ ചില കുട്ടികൾക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം പേരും ഈ ഒരു മഷിത്തണ്ട് ചെടി തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ഇത് സുലഭമായിട്ട് നമ്മുടെ തൊടിയിൽ കണ്ടിരുന്നു. അത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്ലേറ്റൊക്കെ നല്ല നീറ്റാക്കി നമ്മൾ ബാഗിൽ വയ്ക്കും. അത് കഴിഞ്ഞ് മഷിത്തണ്ട് ചെടിയുടെ ബാലൻസ് ഉള്ളതൊക്കെ അതിനകത്ത് കയറ്റി വയ്ക്കും. അതിന് സ്കൂളിൽ വിട്ട് ബെല്ലടിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ വേഗം വെള്ളപ്പെട്ട് അതെല്ലാം ബാഗിലേക്ക് കയറ്റി വെച്ച് വേഗം കൊണ്ട് ഓടി തീർത്ത് നമ്മുടെ സുന്ദരമായൊരു ബാല്യകാലമായിരുന്നു അല്ലേ. ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഇങ്ങനെയുള്ളൊരു ബാഗും കൊണ്ട് ഈ കള്ളിച്ചെടിയുടെ മണം ഒക്കെ പേറുന്ന ബാഗുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇനിയാണ് രസം. കാലം പോയി. ഇന്നത്തെ കുട്ടികളുടെ ബാഗ് തുറന്ന് പുറത്തെടുക്കുന്ന ഇതുപോലുള്ള സ്ലൈറ്റുകളാണ്. ഈ സ്ലൈറ്റിനൊരു ഗുണമുണ്ട്. ഇത് LED സ്ലൈറ്റുകളാണ്. നമ്മുടെ പോലെ കള്ളിച്ചെടിയുടെ മണം പേറുന്നതൊന്നല്ല ഇത്. അവർക്ക് അതിൽ നിന്ന് ഒരു പേന ഈസിയായിട്ട് ഇളക്കിയെടുത്ത് അതിൽ അക്ഷരം എഴുതാം. അക്ഷരം എഴുതുകയോ കണക്ക് കൂട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനധികം വിലയൊന്നുമില്ല. ഇപ്പോൾ ഒരു പള്ളി പെരുന്നാളിന് വാങ്ങിച്ചതാണ് ഒരു കൗതുകം. പക്ഷേ ആ ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ ഉടനെ തന്നെ അത് ഡിസപ്പിയർ ആയി പോകുന്നു. കുട്ടികൾക്ക് മായ്ക്കുകയോ കള്ളിച്ചെടി അന്വേഷിച്ച് പോവുകയോ ഒന്നും വേണ്ട. ഫുൾ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകം. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പിറന്നു വീണത് തന്നെ ഡിജിറ്റൽ ലോകത്തിലേക്കാണല്ലോ. ഇത് പള്ളി പെരുന്നാളിന് സുലഭമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പൂരങ്ങൾക്കായാലും ഏത് ഉത്സവത്തിനാണെങ്കിലും വരുന്നവരുടെ എല്ലാം നമുക്കിത് വാങ്ങാം.